സീസൺ 3 മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഗാനങ്ങളിലേക്ക് പോവാം. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് പതിവ് പോലെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ, പോളിച്ച സ്വാഗതം. ശ്രീ മനോജ് ജോർജ്, മനോജ് ഏട്ടാ, വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് താങ്കൾക്കും സ്വാഗതം. സിസ്ലി റെഡിയാണല്ലോ? ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാലോ. വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെ കൂടി വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദ്യ ഗാനത്തിലേക്ക് പോകുന്നു. ആദ്യ ഗാനം ആലപിക്കാനായി മത്സരിക്കാനായി വേദിയെ ധന്യമാക്കാൻ പോകുന്നു ഏഞ്ചലീന റംസി. സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. ആരാ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവന്നത്? ഡാഡി. അതും ഡാഡിയാണോ? ഡാഡിക്ക് ഇങ്ങനെ ഡ്രസ്സും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല സെലക്ഷൻ ആണല്ലോ. ആഹാ. അപ്പൊ മോള് ഓരോ പാട്ട് പാടുമ്പോഴും ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതൊക്കെ ഇപ്പൊ എപ്പോഴും ഡാഡി തന്നെയായിരുന്നോ? ഓക്കെ. അപ്പൊ ഇന്ന് ഇങ്ങനെ നല്ല തിളങ്ങി മീനിങ് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഇത് കണ്ടപ്പോ തന്നെ ഒരു നല്ല ഭംഗി തോന്നി. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ഡാഡി പിന്നെ ഇതുപോലത്തെ ഡ്രസ്സുകൾ കുറെ എടുക്കാറുണ്ട്. ആണോ? അപ്പൊ ഇപ്പൊ പാടാൻ പോകുന്ന പാട്ടുമായിട്ടും ഇതുപോലെ തിളങ്ങി നിക്കോ? ആ പാട്ടും നിക്കോ? ഏതാ പാട്ട്? അമ്മയമ്മലെ, മാതാവിന്റെ പാട്ടാണ് ഇപ്പൊ പാടുന്നത്. ഓക്കേ. അപ്പൊ മാതാവിന്റെ പാട്ട് ഇതുപോലെ നല്ല തിളങ്ങി എല്ലാവരുടെയും ഇപ്പം എന്താ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഈ ഡ്രസ്സിലേക്കല്ലേ ശ്രദ്ധിക്കുക. അത്രയും നമ്മുടെ ഐസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോളുടെ പാട്ടും ഞങ്ങൾ എല്ലാവരും അട്രാക്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ, നന്നായിട്ട് പാടുക. ഓരോ പ്രാവശ്യം ഏഞ്ചലിനിക്ക് ഇംപ്രൂവ്മെന്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മോളുടെ ഫസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റ് സോങ് ആണ്. അപ്പോൾ വിധി നിർണയിക്കുകയാണ് മോൾ ഇനി ഈ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമോ എന്നുള്ളത്. ഓക്കെ, റിസ്ക് ആണ്. നന്നായിട്ട് പാടണം, മാർക്ക് കൂടുതൽ വാങ്ങിക്കണം. ഓക്കെ ഓക്കെ.
ഏഞ്ചലീന, എന്തോ ചില കുട്ടികൾ ഇവിടെ നിന്ന് പാടുമ്പോ, ഇവരെ ഈ സ്റ്റേജിൽ നിന്ന് പാടുമ്പോ അവരുടെ പാരന്റ്സിനെ നമ്മൾ നോക്കണം. അവരവിടെ നിന്ന് ഇവരുടെ കൂടെ അവരവിടെ പെർഫോം ചെയ്യുന്ന കാണാം. അവരുടെ വിചാരം അവരവിടെ നിന്നിട്ട് അവരും സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന പോലെ അത്ര എന്താ പറയാ, വല്ലാത്തൊരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റിയും അത്ര സന്തോഷത്തോടെയാണ് നമ്മൾ ഓരോ, ഞാനിപ്പോ കുട്ടിയുടെ പാരന്റിനെ ഒക്കെ നോക്കുമ്പോൾ അവരൊക്കെ എത്ര ഇതായിട്ടാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു വേദിയൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. എനിക്ക് തോന്നുന്നു ഏഞ്ചലിനെക്കാട്ടിലും ഇതിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ക്രേസ് അച്ഛനാണെന്ന് തോന്നുന്നു. ആണോ? അച്ഛന് പൊതുവെ അച്ഛൻ പെർഫോം ചെയ്യാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടം ഉള്ള ഒരാളല്ലേ? അപ്പൊ അദ്ദേഹം ഇങ്ങനെ പാടാറുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് ഗാനമേള ട്രൂപ്പ് ഉണ്ട്, ഈവന്റ് മാനേജ്മെന്റ്. ഓക്കെ. അപ്പൊ മോളും അച്ഛനും ചേർന്ന് നിങ്ങൾ പെർഫോം ചെയ്യാറുണ്ടോ? ഉണ്ട്. ആഹാ, അതെന്തൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. അച്ഛനും മോളും കൂടെ ഒരുമിച്ച്. ചേട്ടനും കൂടാറുണ്ടോ പാടാൻ? ചേട്ടൻ ഇടയ്ക്ക് പാടും. ഹായ്. അപ്പൊ ഫാമിലിയിൽ എല്ലാരും പാട്ടുകാരാണ്, എല്ലാരും കൂടെ ഒരുമിച്ചൊരു പാട്ടൊക്കെ പാടുക അല്ലേ? എന്ത് രസമാണ്. അപ്പൊ മോളെ ഇത്തരത്തിൽ ഈ വേദിയിലേക്ക് കൊണ്ടുവരുമ്പോ പാട്ട് പഠിപ്പിച്ചു തരുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് എല്ലാരും കൂടി ഇരുന്ന് പാടാറൊക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോ ഇനി ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം അവിടെ മോളുടെ അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ജഡ്ജസ് എന്ത് പറഞ്ഞു, മാർക്ക് എത്ര കിട്ടും എന്നറിയാൻ വേണ്ടിട്ട് അവിടെ കാത്തിരിക്കുക. ഞാൻ ചോദിക്കട്ടെ? ആരോട് ചോദിക്കണം? മോളുടെ ചോയ്സാ, പറഞ്ഞോ. കാരണം ഫസ്റ്റ് റൗണ്ടിലത്തെ ലാസ്റ്റ് ഗാനമല്ലേ. ആരോട് ആദ്യം ചോദിക്കണ്ടേ? സിസ്ലി മാം. ഓക്കെ, സിസ്ലി മാം പറയൂ. ഏഞ്ചലീന, എന്തോ? മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. ഒന്നാമത്തെ കാര്യം ഞാൻ ഓർക്കുന്നത്, വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒന്നാമത് ഇത്രയും സപ്പോർട്ടീവായിട്ടൊരു ഫാമിലി. ആൻഡ് അത് കൂടാതെ പല ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോഴാണല്ലോ നമുക്ക് ഒരു സിനിമ, നല്ലൊരു സിനിമ ഉണ്ടാവുന്ന ഒരുപാട് ആൾക്കാരുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണെന്ന് പറയും. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇച്ചിരി താഴെ പോയി കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യും ഔട്ട്കമ്മിനെ. ഇവിടെ പറയുന്നത് ഈ ഓർക്കസ്ട്ര ടീം ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ പുറയിലുള്ള ക്രൂ എല്ലാവരും കട്ടയ്ക്ക് മോളുടെ കൂടെ, നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറയുകയാണെങ്കിൽ കട്ടയ്ക്ക് നിൽക്കുമ്പോഴാണ് എല്ലാം റൈറ്റ് ആവുന്നത്. ഇതിലൊക്കെ ഉപരി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫുൾ കൊടുക്കാൻ പറ്റുക. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ റെയറായിട്ടൊരു കാര്യമാണ്. അപ്പം അത് എനിക്ക് ഇന്ന് മോള് പാടിയപ്പോൾ അത് കിട്ടി. ഭയങ്കര ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു, എല്ലാവരും തമ്മിലൊരു സിങ്ക് ഉണ്ടായിരുന്നു. അതിലുപരി മോള് വളരെ മനോഹരമായി പാടി. ഇതൊരു ഡുവറ്റ് ആണോ? ഡുവറ്റ് സോങ് ആണോ? സോളോ സോങ് ആണോ? ഓക്കെ. പക്ഷെ എനിക്ക് വരികൾ ഇങ്ങനെ കണ്ടിന്യൂസ് വരുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇനി അത് മാറി മാറി പാടുന്നതാണോ എന്ന്. ബിക്കോസ് ബ്രെത്ത് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണല്ലോ. ഈ ഒരു സ്ഥലത്ത് മാത്രം എനിക്ക് ആ കരുണതൻ മണിവീള, ആ എൻ്റെ ഇടയ്ക്കൊരു ബ്രേക്ക്, അത് ശ്വാസം കിട്ടുമോ എന്നുള്ള, പക്ഷെ എവിടെയൊക്കെയോ അത് കറക്റ്റായിട്ട് പാടി. അനുപല്ലവി കഴിഞ്ഞിട്ടുള്ള ആ പല്ലവി വന്നപ്പോൾ ആ ലൈൻ കൃത്യമായിട്ട് കിട്ടി, ഫുൾ കിട്ടി. പക്ഷെ എനിക്കൊന്ന് ആ ഒരു പേടി, അതൊന്നും ആ ലൈൻ മാത്രം ഒന്ന് ഫുൾ ബ്രെത്തിൽ പാടാമോ? കരുണതൻ മണി വിളക്കേ, കരുണതൻ മണി വിളക്കേ. കിട്ടും. അത് എനിക്ക് തോന്നുന്നു ആ പേടി കൊണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി കൊണ്ടാണെന്ന് തോന്നുന്നത്. അത് അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയില്ല കേൾക്കാൻ. പക്ഷെ ചില സ്ഥലത്ത് അത് കറക്റ്റായിട്ട് വരികയും ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ അകത്ത് സംഗതികൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു, വരികൾ കണ്ടിന്യൂസ് വരുന്നു. പക്ഷെ ഒരു പ്ലാൻ പോലും അങ്ങനെ കൈവിട്ട് പോയില്ല. എല്ലാം കൃത്യമായിട്ട് വീണു, എല്ലാ സ്ഥലങ്ങളിലും ഭംഗിയായി വന്നു. അങ്ങനെ ഈ പാട്ട് മൊത്തത്തിൽ അതിൻ്റെ ഫീലിംഗ് ആണെങ്കിലും മോള് നന്നായി ഉൾക്കൊണ്ട് പാടി. അപ്പം എനിക്ക് ഓൾ ടുഗെദർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു. ഇനി മനോജന്റെ അടുത്ത് ചോദിക്കട്ടെ? മനോജേട്ടാ. ഏഞ്ചലീന, എന്തോ? ഏഞ്ചലീന ഭയങ്കര മനോഹരമായിട്ട് പാടി. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ അത്രയും മനോഹരമായിട്ട് പാടിയതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് അനുപല്ലവി, അതുപോലെ ചരണം, അതൊക്കെ എക്സലൻ്റ് ആയിരുന്നു. അതിലത്തെ പ്ലാൻസും അതുപോലത്തെ സംഗതികൾ, ആ ഒരു ഫ്രേസിങ്, ഇതൊന്നും ഓരോ തവണ പാടും തോറും വളരെ ഭംഗിയായിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓർക്കസ്ട്രയും അമേസിങ്, ബ്യൂട്ടിഫുൾ, നല്ലൊരു ഗൈഡ് പറഞ്ഞു. കാരണം എനിക്ക് ഗിറ്റാർ സോളോ, ഫ്ലൂട്ട് സോളോ, കീബോർഡ്സ് എല്ലാം വളരെ മനോഹരമായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു നല്ലൊരു സപ്പോർട്ട്, ഒരു നല്ലൊരു ബെഡാണ്.
അപ്പം അതിൽ നമ്മൾ എന്താ പറയുക അതിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് മോള് പാടി. പിന്നെ ചില പോർഷൻസൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇത്ര മനോഹരമായിട്ട് പാടുമ്പോൾ നമുക്കതിൽ ഇനി എന്താണെങ്കിലും കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മണി വിളക്കേ, പ്രത്യേകിച്ച് അതിങ്ങനെ മുറിയുമ്പോൾ ഉണ്ടാവുന്ന കേൾക്കുമ്പോഴേ നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. കാരണം ഇത്രയും മനോഹരമായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് വരികൾ മുറിഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം. പക്ഷെ അത് പല സ്ഥലങ്ങളിലും അത് വീണ്ടും വന്നപ്പോൾ വളരെ ഭംഗിയായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്ഥലത്ത് അക്ഷരങ്ങൾ ഈശോയിൽ ചേർത്തൻ്റെ എന്നാണ് ഇതിൽ. ചേർത്തൻ്റെ ആണോ അല്ലെങ്കിൽ ചേർത്തന്നെയാണോ? ചേർത്തന്നെ. എന്നെ. ഓക്കെ. അപ്പം ഇതിൽ വന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പം അങ്ങനത്തെ ചെറിയ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഒരു ലൈക്ക് എ പ്രൊഫഷണൽ സിംഗർ. ഓക്കെ, യു ഹാവ് എ വെരി ലോങ് വേ ടു ഗോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മനോജ് ചേട്ടാ. കോളിച്ചാ എഞ്ചലീന വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇവര് പറഞ്ഞതിൽ നിന്നും മാറി എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ റൗണ്ടിൽ പാടിയപ്പോഴേ കാര്യം പറഞ്ഞു. ടോൺ പാട്ടൊക്കെ വളരെ ഗംഭീരമായിരുന്നു. നല്ല തൊണ്ട, നന്നായി പാടി, നല്ല പ്ലാൻസ് ഒക്കെ ഇട്ട് പാടി. പക്ഷെ ടോൺ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ അതിനൊരു എക്സസൈസ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യിപ്പിച്ചിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ടോൺ ക്ലാരിറ്റി കൂടി വരും. ഇപ്പോൾ പാടുന്നതിന് മുമ്പ് അത് ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടി ക്ലാരിറ്റി ടോണിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഹസ്കി എഫക്റ്റ് കുറച്ചിട്ട് അപ്പോൾ റെക്കോർഡിങ്ങിലും അതൊക്കെ ഭയങ്കര ഗുണങ്ങൾ ചെയ്യും. ഗെയിൻ കൂടുതൽ. അത് മാത്രമേ പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. ഏഞ്ചലീന, എന്തോ കേരളത്തിന് തൊട്ട് മുന്നേ അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നോ? പറഞ്ഞു. അമ്മ എന്തു പറഞ്ഞു? അമ്മ പേടിക്കണ്ട, നന്നായി പോയി പാടിക്കോളാൻ പറഞ്ഞു. ഓക്കെ, അമ്മ തീർച്ചയായിട്ടും അപ്പൊ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലേ? കഴിഞ്ഞിറങ്ങിയ പാടെ അമ്മേനെ വിളിച്ച് മാർക്കും പറയണ്ടേ? ബാഗ് നിറച്ചു മാർക്ക് കിട്ടിയെന്ന് പറയണോ അതോ കുറച്ച് സ്പേസ് ഉണ്ടെന്ന് പറയണോ? നിറച്ചും കിട്ടിയെന്ന് പറയണോ? ഓക്കെ, പോളിച്ചാ എലീന വളരെ നന്നായി പാടിയത് കൊണ്ട് 9 മാർക്ക്. താങ്ക് യു അച്ഛാ. മനോജ് ചേട്ടാ, അവിടുന്ന് വേറൊരു പെട്ടിയായിട്ടാണോ വന്നിട്ടുള്ളത്? ഞങ്ങള് പെട്ടി ഇവിടുന്ന് വാങ്ങിക്കും അല്ലേ? ഒരു കൊട്ടയിലും മാർക്ക് കൊണ്ടുവന്ന് പഴയ ആൾക്കാരൊക്കെ പറയും. അങ്ങനെ കൊട്ടയും പെട്ടിയൊക്കെ ആയിട്ടാണോ വന്നിട്ടുള്ളത്? എന്തായാലും കൊട്ട ഒക്കെ എടുത്ത് തുറന്നു വെച്ചോളൂ. 9 മാർക്സ്. ഓക്കേ സിസ്ലി, 9 marks. Thank you so much. അപ്പോ നല്ല സന്തോഷം. കാരണം ഏഞ്ചലീന ഫസ്റ്റ് വന്ന് ഈ സ്റ്റേജിൽ പാടിയപ്പോ 24.5 മാർക്സും കൊണ്ട് പോയി. സെക്കൻഡ് പാട്ടിന് 25.5 മാർക്സ് ആയിരുന്നു അല്ലെ? ഇപ്പത്തെ മൂന്നാമത്തെ പാട്ടിന് 27. ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ഇംപ്രൂവ്മെന്റ് കാണുമ്പോ എനിക്കൊരു സന്തോഷമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോ നമ്മൾ ഇനി അടുത്ത റൗണ്ടിൽ ഉണ്ടാവും, ഉറപ്പിച്ചു. പക്ഷെ മോള് പോയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മത്സരം വളരെ വാശിയേറിയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത്. ഓക്കെ, പോയിട്ട് വരും, കാണാം. ബൈ. ഈ കുട്ടികള് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പാട്ടും പഠിച്ചിട്ട് അവർ വരുന്നതല്ലേ. എന്നിട്ട് ഇവിടുന്ന് നല്ല മാർക്ക് അവർക്ക് കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ എത്ര അധികം സന്തോഷമാണ് ആവുന്നത്. അങ്ങനെ വാശിയേറിയ മത്സരമായിട്ട് നമ്മുടെ വോയിസ് ഓഫ് ഗുഡ്നസിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വേദിയിൽ മത്സരിക്കാൻ എത്തുന്നത് അശ്വിൻ തോമസ് ആണ്. ഹലോ അശ്വിൻ. ഹായ്. മോന്റെ വീട് എവിടെയായിരുന്നു? മറന്നു. പാലക്കാട്. യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമില്ല. മോൻ വന്നപ്പോ ഇനിയിപ്പോ ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ മോൻ കേട്ടോ ഇതിനു മുമ്പേ ആൾക്കാർ പാടിയതൊക്കെ? കേട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും പാട്ട്? അപ്പൊ മോൻ അതിനെക്കാട്ടിൽ നന്നായിട്ടൊക്കെ പഠിച്ചിട്ടൊക്കെയല്ലേ വന്നിരിക്കണേ? ആണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാലക്കാട് നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് പാടണം, നല്ല മാർക്കും വാങ്ങിക്കണം. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഈശോയെ ഞാനും ഒന്നായി ചേരും മെലഡി റൗണ്ട്. മെലഡി. മോൻ ആദ്യം പാടിയത് മാതാവിന്റെ ആയിരുന്നോ? അല്ല, ഫാസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇനി മെലഡി, ഇനി പിന്നെ മോന് മാതാവിന്റെ പാടും. അപ്പോ മെലഡി നന്നായിട്ട് പാടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഹൃദയത്തിനാനന്ദമായി നീ വരൂ വാവായിന്നീശോയെ എന്നിലൊന്നാകണേ മമ ജീവന്റെ ആത്മാവിൽ നീ വാവായിൻ സ്നേഹമേ കൃത്തിനുൾ ചേരണേ തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ വാവായിന്നീശോയെ എന്നിലൊന്നാകണേ
അശ്വിൻ ദാ, നന്നായിട്ട് പാടി ആ, നല്ല മാർക്കും വാങ്ങും, ആ. സന്തോഷായിട്ട് ഇവിടുന്ന് അങ്ങ് പോവും. ആ. ഇതൊക്കെയാണ് പ്ലാൻ. ഇങ്ങനെയൊക്കെ ഐഡിയ ഒക്കെ ആയിട്ടാണ് വന്നത്. ആ, പക്ഷെ പോകുമ്പോ ഇതൊക്കെ നടക്കുമോ നമുക്ക് ചോദിക്കണ്ടേ? ആ. ആ ആ എന്ത് പറഞ്ഞാലും ഇങ്ങനെയാണോ? ഓക്കെ അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു അശ്വിന്റെ പാട്ട്? അശ്വിൻ നന്നായി പാടി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ഫാദർ. കോറസ് നല്ല ഒരു ഇഫക്റ്റ് ആയിരുന്നു. കോറസ് സിംഗേഴ്സ് കൂടി പാടി കഴിഞ്ഞപ്പോൾ ശബ്ദത്തിന് ചെറിയൊരു ക്ഷീണം ഉണ്ടല്ലോ. ആ AC ഇതാവുന്നോണ്ട് തൊണ്ടയില് ഇത് വരുന്നുണ്ട്, ക്രാക്ക് വരുന്ന പോലെ ഒരു ഫീൽ. ഓ, AC ഇരിക്കുന്നതുകൊണ്ട് ക്രാക്ക് വരുന്നത്. തൊണ്ടയിലെ വെള്ളം വറ്റുക. ഓ ശരി. നല്ല മഴക്കാലല്ലേ? പേടിയുണ്ടോ? പേടി കൊണ്ടാണോ? പേടിയായിട്ടില്ല. ഇല്ല. ഏതായാലും മോൻ നന്നായി പാടി. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് തോന്നി കുറച്ച് തൊണ്ടയ്ക്ക് എന്തോ ഒരു വിഷമമുള്ള പോലെ തോന്നി, കുറച്ച് ഒരു ഫ്രീഡം തോന്നിച്ചിരുന്നില്ല പല സ്ഥലങ്ങളും പാടുമ്പോഴേ. അപ്പോൾ അത് ഇനി അതൊക്കെ ശരിയാകുമ്പോൾ ബെറ്റർ ആവും. അതുകൊണ്ട് പ്രത്യാശയിൽ നമുക്കിരിക്കാം. നല്ല ആശംസകൾ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. താങ്ക് യു. മനോജ് ചേട്ടാ. അശ്വിൻ, എന്തോ അശ്വിൻ ആ ഒരു എൻട്രി ഉണ്ടല്ലോ, അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു എൻട്രി തുടങ്ങിയത്. അപ്പം തന്നെ നമ്മൾ നല്ലൊരു പെർഫോമൻസ് ആണല്ലോ ഇനി വരാൻ പോകുന്നത്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം കുറച്ച് വോയിസിനൊക്കെ ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ക്രാക്കിങ് ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇത്തിരി വിചാരിച്ച പോലെ പാടാൻ പറ്റിയിട്ടായിരുന്നു തോന്നുന്നു അല്ലേ? എത്രയല്ലേ പഠിക്കുന്നത്? 7ാം ക്ലാസ്. 7ാം ക്ലാസ്. ഇപ്പോഴും മ്യൂസിക് ഒക്കെ പഠിക്കുന്നുണ്ടോ? ഉണ്ട്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ തവണത്തേക്കാളും ശക്തമായിട്ടാണോ നടക്കുന്നത്? ആ, ആണ്. അതെ. അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് വളരെ കാര്യമായിട്ടുണ്ട്. വളരെ കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. പിന്നെ ക്ലാരിറ്റി ഓഫ് നോട്ട്സ് ഒക്കെ കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു ക്രാക്കിംഗ് ആ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒത്തിരി വളരെ വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഈ പാട്ടിൽ. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് വോയിസ് ക്രാക്കിംഗ് അതൊക്കെ നടക്കാം, പക്ഷേ ഈ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഫുടത അത് ശ്രദ്ധിക്കാൻ തന്നെ വേണം. അതൊരുപാട് സ്ഥലങ്ങളിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് വാക്കുകൾ ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പം അത് ഇനി നമ്മളത് പാടി പഠിക്കണം അക്ഷരങ്ങളൊക്കെ. അത് ക്രാക്കിംഗ് ഇതായിട്ട് ബാധകമല്ല. അത് രണ്ട് കാര്യങ്ങളാണ്. പാട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ അക്ഷരങ്ങൾ നന്നായിട്ട് സ്വരശുദ്ധിയോട് കൂടിയിട്ട് അക്ഷരശുദ്ധിയോട് കൂടിയിട്ട് തന്നെ പാടാൻ ശ്രമിക്കണം. പ്രാക്ടീസ് ചെയ്യുക, അതിനും വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. അക്ഷരങ്ങളും പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പാട്ടും അതിൻ്റെ എക്സസൈസുകളെല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം. വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. താങ്ക് യു. സിസിലി. അശ്വിൻ, എന്തോ അശ്വിൻ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബോയ് ആണ്. ഈ പ്രായത്തിൽ ഇനി അതൊക്കെ പറയുന്നത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. വലിയ ബോയ് ആവുന്ന ഒരു സ്റ്റേജ് ആണല്ലോ, എന്നാലും വളരെ ക്യൂട്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. താങ്ക് യു. അശ്വിൻ, എനിക്കും ഇത് തന്നെയാണ് ഫീൽ ചെയ്തത്. കഴിഞ്ഞ റൗണ്ട് മോൻ ഒരുപാട് ക്രാക്കും വോയിസ് തീരെ പാടാൻ പറ്റാതെ നമുക്ക് തന്നെ സങ്കടമായിരുന്നു അശ്വിൻ പാടുന്ന കേൾക്കുമ്പോൾ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്താ ചെയ്തേ മോൻ? ഞാൻ സ്ഥിരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്ന് പിന്നെ കുളി ഫ്രഷ് ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഓരോ പാട്ട് 3 വട്ടം പാടുന്ന ഇത് പാടുമായിരുന്നു. വെരി ഗുഡ്. രാവിലെ സാധകം ചെയ്യായിരുന്നു. വെരി ഗുഡ്. ആ ഇമ്പ്രൂവ്മെന്റ് കാണാനുണ്ട് കേട്ടോ. താങ്ക് യു. ചെറിയൊരു വോയിസിനായി ഇതുണ്ടെന്ന് അറിയാം, പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് പാടുന്നുണ്ട്. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. വിട്ടുകൊടുക്കാതെ ഗിവപ്പ് ചെയ്യാതെ മുൻ ത്രൈവ് ചെയ്ത് വരുവാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. അപ്പം ഇങ്ങനെ തന്നെ പോട്ടെ. ഇപ്പം മനോജേട്ടൻ പറഞ്ഞ പോലെ ചില വാക്കുകൾ ഇങ്ങനെ ഒഴുകിപ്പോയി. വാക്കുകളിൽ കൃത്യമായിട്ട് കേൾക്കണം, അല്ലെങ്കിൽ നമുക്ക് മോൻ എന്താ, പ്രത്യേകിച്ച് ആ ഹൃദയത്തിന് ആനന്ദമായി നീ വരൂ എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഇവിടെ ലിറിക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം, പക്ഷെ കേൾക്കുമ്പം പ്രേക്ഷകർക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം മോൻ കൃത്യമായിട്ട് വാക്കുകളൊക്കെ ഒന്ന് പ്രൊനൗൺസ് ചെയ്യാൻ അടുത്ത പ്രാവശ്യം അതിനൊന്ന് ട്രെയിനിങ് കൊടുക്കണം കേട്ടോ. പിന്നെ കോറസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടസ്റ്റൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ ക്ലാഷ് വരാതെ നോക്കണം. ഒരാൾ നീന്ന് മുകളിലോട്ട് പാടുമ്പോൾ ഒരാൾ നീ താഴോട്ടാ പാടുന്നത്.
അത് മറ്റേ സെക്കൻഡ് അതിൽ ചെറുതായിട്ട് അങ്ങനെ പാടുന്നുണ്ട്. പാടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും പാടിയപ്പോൾ ഒരു കൂട്ടർ താഴോട്ടും ഒരു കൂട്ടർ മുകളിലോട്ടും ആയിപ്പോയി. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് കയറണം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് വളരെ സൗകര്യപൂർവ്വമായ ഒരു സ്റ്റേജാണ്. ഇനി നിങ്ങൾ പുറത്തേക്കൊക്കെ പാടാൻ പോകുമ്പോൾ, ഔട്ട്ഡോർ പാടുമ്പോൾ ശക്തമായ കാറ്റ്, പിന്നെ ചൂടത്ത് നിന്ന് വേർത്തൊലിച്ചിരുന്ന് പാടുക. അതിൻ്റെ കൂടെ ഈച്ചകൾ വരും. ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ ഈച്ചകളെല്ലാം വരും. ചില ഈച്ചകളെ വിഴുങ്ങി വേണം പാട്ട് പാടാൻ. ചിലൻ്റെ ഇടയ്ക്ക് തുപ്പാനൊന്നും സമയമില്ല. ഇങ്ങനെ പലതരം ചലഞ്ചസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്. എത്രയ്ക്കോ എച്ചിനെ വിഴുങ്ങുക, അതിൻ്റെ ഇടയ്ക്ക് പാടുക. ഇതൊന്നും പ്രേക്ഷകർക്ക് അറിയണ്ട. നമ്മളിടയ്ക്ക് പാട്ട് നിർത്താൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്ത് വന്നാലും പാട്ട് നിർത്താൻ പാടില്ല. അപ്പോൾ അവർക്കിതൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിതെല്ലാം പലതരത്തിലുള്ള ചാലഞ്ചസ് ഇനി ഫേസ് ചെയ്യാൻ. ഇപ്പം ഇതൊക്കെ വളരെ സൗകര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ആ ഒരു സൗകര്യങ്ങൾ ഉൾക്കൊണ്ട് പാടാൻ ശ്രമിക്കുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. യെസ്, അശ്വിൻ, എന്തോ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിരുന്നോ ഇങ്ങനൊരു മത്സരത്തിന് ഞാൻ പോണൂന്ന്? പറഞ്ഞു. ഇപ്പൊ ഇന്ന് ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോഴോ? ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ്, അത്രേ ഉള്ളൂ. എത്ര മാർക്കും കൊണ്ട് വരണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല? ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. സിസ്ലി, ആഷൻ 7 out of 10. താങ്ക് യു. 7 out of 10 ആണ് സിസ്ലി തന്നിരിക്കുന്നത്. മനോജ് ചേട്ടാ 7 out of 10. താങ്ക് യു. Again 7. പോളച്ച 7 marks. താങ്ക് യു. അപ്പം 21 മാർക്സ് ആണ് 30-ല്. അശ്വിൻ, ഹാപ്പി ആണോ? ഏകദേശം. ആദ്യത്തെ പാട്ടിന് മോൻ എത്ര മാർക്കായിരുന്നു? 18. അത് വെച്ച് നോക്കുമ്പോൾ മോൻ ഇംപ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ? നല്ലൊരു ഇംപ്രൂവ്മെന്റ് തന്നെയുണ്ട്. പക്ഷേ ഈ മാർക്ക് പോരാ. നമുക്ക് ഇത് ഫസ്റ്റ് റൗണ്ടിലത്തെ 2 ഗാനങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഭയങ്കര ചാലഞ്ചിങ് ആണ് മോനെ സംബന്ധിച്ച്. ഇനി ഒരേ ഒരു പാട്ടും കൂടി ഉള്ളൂ. ആ പാട്ടിന് നല്ല സ്കോർ വാങ്ങിയാൽ മാത്രമാണ് സെക്കൻഡ് റൗണ്ടിലേക്കുള്ള സെലക്ഷനിലേക്ക് വരിക. റെഡിയാണല്ലോ? നന്നായിട്ട് പോയി പഠിച്ച് വീണ്ടും അടുത്ത പാട്ടായിട്ട് വരണം കേട്ടോ. ഓക്കെ, ശരി. ഏഞ്ചലീന സ്റ്റാലിൻ ഫ്രം വയനാട്. ഏഞ്ചലീനയാണ് ഇനി ഈ വോയിസ് ഓഫ് ഗുഡ്നസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം ആലപിക്കാൻ പോണത്. നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ വയനാട്ടിൽ നിന്ന് 2 ഏഞ്ചലീനമാരും വരുമ്പോൾ നിങ്ങൾ എങ്ങനെയോ കോയിൻസിഡൻസ് നിങ്ങൾ ഒരേ എപ്പിസോഡിൽ തന്നെയാണ് 2 പേരും വരുന്നത്. ആ ഏഞ്ചലീന ഡ്രസ്സിൽ നല്ല സ്പാർക്ലി ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്തപ്പോൾ ഈ ഏഞ്ചലീന അത് കോമ്പൻസേറ്റ് ചെയ്യാൻ മാല, വള, കമ്മൽ, എന്റെ അമ്മ എല്ലാം ഭയങ്കര സ്പാർക്ലിംഗ് ആയിട്ട്. കോമ്പറ്റീഷൻ ആണോ നിങ്ങളുടെ ഇടയില്? ഇല്ല. ആണല്ലേ? ആരാണ് അപ്പൊ ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയോ? ഇല്ല. അതൊന്നും കാണിച്ചൊന്നും കൊടുക്കില്ല. ഇവിടെ വരുമ്പോഴാണ്. അവള് വയനാട്ടിൽ നിന്നാണ്, ഞാൻ നീലഗിരിയിൽ നിന്നാണ്. അപ്പൊ ദൂരമുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഫോട്ടോസ് ഒന്നും അയക്കുന്നൊന്നുമില്ല. അയക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അയച്ച് എല്ലാം റെഡി ആയിട്ട് ഞാൻ ഇതൊക്കെയാണ് ഇടാൻ പോണെന്നൊക്കെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യും അല്ലേ? അപ്പോ ഇത് ഡ്രസ്സിങ്ങിലും നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസ് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടോ? ചെറുതായിട്ട് വേണം. ചെറുതായിട്ടൊന്നും പോരാ, നന്നായിട്ട്. ഫ്രണ്ടൊക്കെയാണ്, അതവിടെ നിൽക്കട്ടെ ആ റിലേഷൻ. പക്ഷെ നിങ്ങൾ 2 പേർക്കും കൂടെ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾ വിന്നർ എന്ന് പറഞ്ഞ് നമുക്ക് ട്രോഫി തരാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഒരാൾക്കല്ലേ തരാൻ പറ്റൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം. ഏഞ്ചലീൻ ഇവിടുന്ന് നല്ല മാർക്കും വാങ്ങിയിട്ടാണ് ഇപ്പൊ പോയിരിക്കണത്. അപ്പൊ അതിനെ ബീറ്റ് ചെയ്ത് നല്ല മാർക്ക് തന്നെ കൊണ്ടുപോകണം നീലഗിരിക്ക് പോകുമ്പോ. ഓക്കെ ആണല്ലോ? ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ് മോള് പാടാൻ പോകുന്നത്. നമ്മുടെ എപ്പിസോഡും ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ പാട്ടിലൂടെ ഞങ്ങൾക്ക് എനർജി ലെവൽ തരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആ
മഹിയിൽ പാവന ദീപമായി നീതി സൂര്യനായവനേ സ്നേഹമായുണർന്നവനേ ശാന്തിയായി ജീവനായി മഹിയിൽ പാവന ദീപമായി നീ തെളിഞ്ഞ വേദിയിൽ നീങ്ങിടുന്ന വേളയിൽ നീ വരണേ താങ്ങിടമേ ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ ആയിരം ചന്ദ്രഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖകാന്തി പോലെ ലോകപാപങ്ങളേറ്റവനേ പാപവിമോചകനായവനേ ശാന്തനായി ശൂന്യനായി കുരിശിൽ വേദനയേറ്റവനേ ലോകപാപങ്ങളേറ്റവനേ പാപവിമോചകനായവനേ ശാന്തനായി ശൂന്യനായി കുരിശിൽ വേദനയേറ്റവനേ നിന്റെ ഉത്ഥാന ശോഭയിൽ നിർമ്മല മാനസരായിടുവാൻ കനിയണമേ കാരുണ്യമേ ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ ആയിരം ചന്ദ്രഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖകാന്തി പോലെ ദിവ്യസമാഗമ കൂടാരത്തിൽ ദിവ്യദർശനമേകിയപ്പോൾ ഉന്നത സ്നേഹാഗ്നി ജ്വാലയായി തെളിയൂ തെളിയൂ ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ ആയിരം ചന്ദ്രഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖകാന്തി പോലെ നന്നായിട്ട് എൻജോയ് ചെയ്ത് പാടിയല്ലേ? ചെറിയ മൂവ്മെന്റ് ഒക്കെ വെച്ച്. ഇതൊക്കെ മോളുടെ തന്നെ ഐഡിയ ആയിരുന്നോ? അതെ വീട്ടിലിപ്പോ പ്രാക്ടീസ് ചെയ്യുമ്പോ ഇങ്ങനെ തന്നെയാണോ? അമ്മ പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു അമ്മയും പപ്പയും കൂടെ ആണോ? അവര് പറഞ്ഞ തന്ന ഐഡിയ ആണ് അല്ലേ? പക്ഷെ ഇപ്പൊ തന്നെ മോൾ ഇത് പെർഫോമൻസ് ആണ് ഈ സ്റ്റേജിൽ വന്നിട്ട്. ഞാൻ കൂടെ നിൽക്കുമ്പോ എനിക്ക് തന്നെ ഫീൽ ചെയ്യാം ഓരോ തവണയും ഏഞ്ചലീനയ്ക്ക് വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ്, ഒരു കോൺഫിഡൻസ് ലെവൽ. ഇന്നിപ്പോ മൂന്നാമത്തെ പാട്ട് പാടിക്കഴിയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ഡിഫറൻസ്, ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ശരിക്കും കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പാടിയല്ലേ? ചോദിക്കട്ടെ കേട്ടോ അച്ഛാ. എഞ്ചലീന വളരെ നന്നായിട്ട് പാടി, പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഗുഡ് ജോബ്. ഈ പാട്ട് നല്ല ലൈവ്ലി ആയിട്ടുള്ള ഒരു സോങ് ആണ്, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ്. നല്ല ഓർക്കസ്ട്രേഷൻ, നല്ല ഹെവി ഓർക്കസ്ട്രേഷൻ, ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്രേഷൻ, പ്രിൻസ് ആൻഡ് ടീം. പിന്നെ ഈ പാട്ടിനൊരു ഫീലിംഗ് ഉണ്ട്, ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട് ഈ പാട്ടിന്. ആ ഫീലിംഗ് മോള് നന്നായി ഉൾക്കൊള്ളാൻ ശ്രമിച്ച പോലെ എനിക്ക് തോന്നി. പിന്നെ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ, ഒരു ചെറിയ ഒരു ലൈറ്റ് ആയിട്ടുള്ള ചലനങ്ങളൊക്കെ അതിൻ്റെ പാട്ടിനെ കൂടുതൽ എനർജറ്റിക് ആക്കാൻ സഹായിച്ചു എന്ന് തോന്നി. വെൽ ഡൺ.
പക്ഷെ ഇതിൽ ഒന്ന് രണ്ട് കാര്യം എനിക്ക് തോന്നിയത് ആ മുഖശോഭ, ആ അക്ഷര ശുദ്ധി അവിടെ കുറച്ചും കൂടി കൂട്ടാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് മാത്രം അതിനെ കുറിച്ച് കോൺഷ്യസ് ആണെന്ന് അറിയില്ല. പിന്നെ അവസാനം ഉത്ഥാന ശോഭയിൽ അങ്ങനെയുള്ള അക്ഷരങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഉച്ചരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്നും കൂടി പ്രൊഫഷണലായി ഇപ്പോഴേക്കാളും ഒന്നും കൂടി ഗംഭീരമാകും. മനസ്സിലായില്ലേ? അപ്പോൾ നന്നായിട്ട് പാടി ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി ഓരോ പ്രാവശ്യവും എഞ്ചലീന അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പടികളായിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറുന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. ഏഞ്ചലീന ഓരോ പാട്ട് കഴിയുന്തോറും അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ലെവൽ, കോൺഫിഡൻസ് ലെവൽ, ആ ഒരു പ്രസൻറ്റേഷൻ ലെവലൊക്കെ നന്നായി വരുന്നതാണല്ലോ. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. എല്ലാം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു തുടക്കത്തിലൊക്കെ ആ ഒരു പാട്ട് വന്ന രീതി, ആ എൻട്രിയൊക്കെ കൊടുത്തതെല്ലാം വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ഒരു പാട്ടൊക്കെ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ധാരാളം പാടുന്നത്, അങ്ങനെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടി. ഓക്കെ, പിന്നെ നേരത്തെ പാടുന്ന പോലെ തന്നെ പ്ലാൻസിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അതൊക്കെ നന്നായിട്ട് ഇന്നും പെട്ടി കൊണ്ടുവന്നുണ്ടോ? പ്ലാൻസിൻ്റെ പെട്ടി. ഓക്കെ, പിന്നെ എനിക്കിത് ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഒക്കെ, പിന്നെ ആ കോറസ് ഒക്കെ പാടിയതൊക്കെ വളരെ നന്നായിരുന്നു. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അതൊക്കെ വളരെ കമൻറ്റബിൾ ആയിട്ടുള്ള ഒരു എഫർട്ടായിരുന്നു. അതിൽ തന്നെ ഒരു ഇംപ്രവൈസേഷനൊക്കെ ചെയ്തു. എനിക്കതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അത് ഈ ലെവൽ കീപ്പ് ചെയ്യണം നമ്മൾ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ചില സ്ഥലങ്ങളിൽ നോട്ട്സ് ഷാർപ്പായിട്ട് വരുന്നുണ്ടായിരുന്നു. അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രുതിപ്പെട്ടി വെച്ചിട്ടാണോ പ്രാക്ടീസ് ചെയ്യാറ്? അല്ല. അപ്പൊ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? കരോക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസവും. അല്ല, ഈ പാട്ടല്ല, ജനറലി പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ കർണാട്ടിക് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കർണാട്ടിക് പഠിക്കുമ്പോൾ ശ്രുതി ഓൺ ചെയ്യാറുണ്ടോ? ശ്രുതി ബോക്സ് ഉണ്ടോ? ഉണ്ട്, വീട്ടിലുണ്ട്. പക്ഷെ ഓണാക്കില്ല. ശ്രുതിപ്പെട്ടി നമ്മൾ വെച്ചിട്ട് വേണ്ട പ്രാക്ടീസ് ചെയ്യാനായിട്ട്. എന്നാലും നമുക്ക് ശ്രുതി ഷാർപ്പാണോ ഫ്ലാറ്റാണോ, ശ്രുതി ഔട്ടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ ശ്രുതിപ്പെട്ടി വെച്ച് അത് ഓണാക്കിയിട്ട് അത് കേട്ടിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇനി അതിനെ പ്രാക്ടീസ് ചെയ്യണം. കാരണം കുറച്ച് ചില സ്ഥലങ്ങളിൽ ഒക്കെ നോട്ട്സൊക്കെ ഇത്തിരി ഷാർപ്പായി നിൽക്കുന്ന പോലെ തോന്നി. പിന്നെ അതുപോലെ പ്ലാൻസ് ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ അതിൻ്റെ സഞ്ചാരദിശ നോക്കുകയാണെങ്കിൽ പ്ലാൻസിൻ്റെ അത് ചില സമയത്ത് ഫാസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം അതൊന്ന് കൺട്രോൾ ചെയ്ത് പ്ലാൻസ് പാടാൻ ശ്രമിക്കണം. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ടിപ്സ് എനിക്ക് തരാനുള്ളത്. ഓക്കെ, യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. സിസ്ലി. ഏഞ്ചലീന, ഇവരെല്ലാവരും പറഞ്ഞ പോലെ പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ മോളുടെ പ്രസൻറ്റേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. മോളുടെ കോൺഫിഡൻസ് എല്ലാം, ഓവറോൾ പ്രസൻറ്റേഷൻ വാസ് റിയലി ബ്യൂട്ടിഫുൾ. പിന്നെ മോളുടെ ശബ്ദം, അതിപ്പോൾ മോള് മൈക്ക് ഇല്ലാണ്ട് പാടിയാലും എനിക്ക് തോന്നുന്നു മോളുടെ ശബ്ദം ഒരു സ്മോഡ് പോലെ നമ്മുടെ കാതിലേക്ക് കയറും. ചിലരുടെ ശബ്ദം നമ്മളതിങ്ങനെ ഒരുപാട് എക്സേർട്ട് ചെയ്താലാണ് ഒരാളിലേക്ക് അത് എത്തുക. പക്ഷെ മോളുടെ ശബ്ദം മൈക്കിലാണ് മോള് പാടുന്നതെങ്കിലും പെട്ടെന്ന് ഒരാളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ശബ്ദമാണ്. അപ്പം അതിനൊരു ഭയങ്കര പോസിറ്റീവ് സൈഡും ഉണ്ട്, എന്നാൽ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് ഇങ്ങനെ ഷാർപ്പും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും. പിച്ച് കറക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഇതെന്ത് പറ്റി, അവിടെ ഇച്ചിരി ഷാർപ്പായാലോ അല്ലെങ്കിൽ ഇവിടെ ഇച്ചിരി ഫ്ലാറ്റ് ആയാലോ. അപ്പം അങ്ങനെ മനോജേട്ടൻ പറഞ്ഞ പോലെ തന്നെ മോളുടെ പല്ലവി ഇനി ടി വിയിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പല്ലവി എവിടെ പാടുന്നതിലും കുറച്ച് ഷാർപ്പായിരുന്നു, ഇങ്ങനെ ഷാർപ്പായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഏറ്റവും അവസാനമൊക്കെ ആയപ്പോൾ ആ ലാസ്റ്റ് പല്ലവികളിലൊക്കെ ആയപ്പം പിച്ചൊന്ന് ഇച്ചിരി എന്താ പറയുക നോർമൽ ആവാൻ തുടങ്ങി, കറക്റ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഇച്ചിരി ഒരു ഷാർപ്പ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് പറഞ്ഞ പോലെ തന്നെയുള്ളൂ. പിന്നെ എനിക്ക് മോളി പാട്ട് പാടിയപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ കണ്ടൊരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മോൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ പാട്ട് കേട്ടപ്പോൾ മോളുടെ മനസ്സിലേക്ക് ബൈബിളിൽ നിന്ന് എവിടെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടിയോ? ഈശോ ആയിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടിയോ? 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും
ആകുമോ നിൻ മുഖശോഭ എന്നാണ് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഭാഗമായിട്ടൊരു കണക്ഷൻ കിട്ടിയോ? ഈശോ രൂപാന്തരപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ, എന്താ പറയുക, ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന ആ ഒരു സമയം. അപ്പോൾ ആ സമയത്ത് ഭയങ്കര പ്രകാശമായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് ആ ഇമേജാണ് മോള് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഈ പാട്ടിലൂടെ കിട്ടിയത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ ദ സെലക്ഷൻ ഓഫ് ദ സോങ്. നന്നായി പാടി മോളെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു മാം. താങ്ക് യു. അപ്പോൾ ഏഞ്ചലീന ഭയങ്കര സന്തോഷത്തിലാണ്. ഹായ്. പൊതുവേ ഏഞ്ചലിനക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള ഒരാളാണോ? ഏതെങ്കിലും ഒരു പുതിയൊരു ഗ്രൂപ്പിലേക്ക് ചെല്ലുക, ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് പുതിയൊരാൾക്കാരെ കാണുമ്പോൾ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ? ഇല്ല ഇല്ല. എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് തന്നെ പോയി മിങ്കിൾ ചെയ്യും, എല്ലാവരുമായിട്ട് ഗെറ്റ് അലോങ് ചെയ്യുന്ന ക്യാരക്ടറാണോ? പക്ഷെ എന്ത് പറ്റി ഞങ്ങളായിട്ട് അടുക്കാൻ ഇത്ര സമയം എടുത്ത്? 2 പാട്ട് പാടിക്കഴിഞ്ഞ് 3ാമത്തെ പാട്ടായപ്പോഴത്തേക്കാണ് നല്ല ഉഷാറായിട്ട് ഏഞ്ചലീന വരുന്നത്. ഇപ്പൊ തോന്നുന്നില്ലേ ഈ ഒരു കോൺഫിഡൻസോടുകൂടി മറ്റേ 2 പാട്ടും പാടാൻ ഒരു ചാൻസും കൂടെ കിട്ടിയിരുന്നെങ്കിലെന്ന്? ചെറുതായിട്ട്. അത്രേ ഉള്ളോ? ഓ, ഞാൻ വിചാരിച്ചു കോൺഫിഡൻസ് ലെവൽ, സ്മാർട്ട്നെസ് ഒക്കെ കണ്ടപ്പോ ഇപ്പൊ അത്രയും എനിക്ക് ആ എനർജി ഫീൽ ചെയ്തു ശരിക്കും. അതുകൊണ്ടാ ചോദിച്ചത് കേട്ടോ. പോളച്ച എഞ്ചലീന വളരെ നന്നായിട്ട് പാടി. അപ്പോൾ 8.5. താങ്ക് യു അച്ഛാ. 8.5. മനോജ് ചേട്ടാ, ശ്രുതിപ്പെട്ടി വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി 1/2 മാർക്ക് കുറച്ചുണ്ട്. 8 മാർക്സ്. താങ്ക് യു. അതൊക്കെ പറഞ്ഞ പോരെ, ഞാൻ ഇനി മുതൽ ശ്രുതിപ്പെട്ടി വെച്ച് പ്രാക്ടീസ് ചെയ്യുള്ളൂ, 1/2 മാർക്ക് തരുവാ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ 1 മാർക്ക് എടുത്ത് തരില്ലേ? നിങ്ങൾ എന്ത് കൊടുത്താലും അത് ഓക്കെയാണ് കുട്ടികൾക്ക്. സിസ്ലി, ശ്രുതിപ്പെട്ടി അവിടെ വെച്ചിട്ട് ഓൺ ആക്കാതിരുന്നതിന് 7.5. അയ്യോ, അത് ഭയങ്കരമായിട്ടും കുറഞ്ഞു പോയല്ലോ സിസ്ലി. അല്ല, അപ്പൊ ശ്രുതിപ്പെട്ടി കാണുമ്പോ തന്നെ ഒരു ഓർമ്മ വരും, എന്റെ 7.5. അയ്യോ, അത് ഓൺ ആക്കണമല്ലോ എന്ന് പെട്ടെന്ന് ഓർമ്മ വരും. 8 വന്നായിരിക്കും അടുത്ത പ്രാവശ്യം ഒന്ന് ഓൺ ആക്കുക, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. അതിനൊരു വേണ്ടിട്ട് അത് ശ്രുതിപ്പെട്ടി കാണുമ്പോ ആദ്യം സിസ്ലിയുടെ മുഖം ഓർമ്മ വരും, പിന്നെ എന്റെ മുഖം ഓർമ്മ വരിക. എന്ത് പറ്റി? ഇപ്രാവശ്യം ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങാം. പക്ഷെ സങ്കടായോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല. എന്തിനാ വെറുതെ അവര് സങ്കടപ്പെടുത്തുന്ന? അല്ല, ഞാൻ അവരുടെ തൊട്ടടുത്ത് നിൽക്കല്ലേ, എനിക്ക് ആ കണ്ണുകളിൽ നിന്ന് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും. 24 മാർക്സ് ആണ് ഏഞ്ചലീനയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 24 on 30. ഓക്കെ, പോയിട്ട് നമ്മൾക്ക് അടുത്ത റൗണ്ടിൽ നമുക്ക് കാണാൻ എന്തായാലും. ഉറപ്പായിട്ടും. ശരി, ബൈ. പതിവ് പോലെ തന്നെ എനിക്ക് അതേ കാര്യമേ പറയാനുള്ളൂ. കാരണം നമ്മൾ വൈൻഡ് ചെയ്യേണ്ട സമയമായല്ലോ. 3 ഗാനങ്ങൾ കഴിഞ്ഞു. സമയം കഴിഞ്ഞു, എത്ര പെട്ടെന്നാലേ സമയം പോണത്. സാരില്ല, നിങ്ങൾ കാത്തിരുന്ന് തന്നെ നമ്മുടെ അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കാണണം കേട്ടോ. അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നേരുത്താമോ. നല്ല പ്രൊഫഷണൽ വോയിസ് പോലെ കേൾക്കുമ്പോഴേ അത് വലിയൊരു അനുഗ്രഹമാണ് ആഗ്നസ് മോൾക്ക്. നല്ല പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. ഗ്രേറ്റ് വോയിസ്. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. മോൻ നന്നായി പാടി, നല്ല സെലക്ഷൻ ഓഫ് സോങ്. ഒന്നാമത് ഈ പാട്ട് എൻ്റെ ഒരു 1 of the ഫേവറേറ്റ് സോങ്സ് ആണ്. സണ്ണി സ്റ്റീഫൻ സാറിൻ്റെ പാട്ടാണല്ലോ. ഈ സണ്ണി സ്റ്റീഫൻ സാറിൻ്റെ വേറൊരു ഫേമസ് സോങ് ഉണ്ട്, അറിയാമോ ഏതാന്ന്? മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ, പാരിടത്തിൽ പാപി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. മോൾക്ക് നല്ലൊരു വോയിസ് ഉണ്ട്, ഇപ്പോഴും നല്ലൊരു പ്രസൻസ്, അല്ലെങ്കിൽ നല്ല ഗെയിനുള്ള ബ്യൂട്ടിഫുൾ വോയിസ് ആണ് മോൾക്കുള്ളത്. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്.